കൊല്ലം നഗരത്തിന് ഇനി കലോത്സവരാവുകൾ. ഏഷ്യയിലെ ഏറ്റവും വലിയ കൗമാര കലോത്സവത്തിന് നാളെ കൊടിയുയരും. കലോത്സവത്തിന് നാളെ രാവിലെ 10 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരിതെളിക്കും. സ്വർണ്ണക്കപ്പ് ഇന്ന് കൊല്ലത്തെത്തും. വിശദാംശങ്ങളുമായി രാജ്കുമാർ ചേരുന്നുണ്ട്. കൊല്ലത്ത് രാജ്കുമാർ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ തവണ കൊണ്ടുപോയ കപ്പ് തിരിച്ചേൽപ്പിക്കുകയാണ് കൊല്ലത്തേക്ക്. ആ കപ്പ് ഞങ്ങൾക്ക് തന്നെ തിരിച്ചു വേണം, കോഴിക്കോട് ജില്ലയ്ക്ക് തന്നെ തിരിച്ചു വേണമെന്നാണ് ഞാൻ പറയുന്നത്. അക്കാര്യത്തിൽ ഒരു ചെക്ക് വെക്കാനുണ്ടോ എന്നാണ് എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത്. എത്തരത്തിലാണ് കൊല്ലം ജില്ലയുടെ പ്രതീക്ഷകൾ? അല്ലാതെ വിനീഷ ആദ്യം കൊല്ലത്തേക്ക് വാ. അവിടെ ഡെസ്കിലിരുന്ന് ഇങ്ങനെ സംസാരിച്ചാൽ മാത്രം പോരാ, അത് ഇവിടേക്ക് വരണം. ഈ കലയുടെ മാമാങ്കം നടക്കുന്ന കൗമാരോത്സവം കാണാനായിട്ട് ഇവിടെ എത്തണ്ടേ? അപ്പോഴല്ലേ കപ്പ് തിരികെ തരാൻ പറ്റുമോ, അതോ ഞങ്ങൾ കൊല്ലംകാർ കൊണ്ടുപോകുന്നുള്ളതൊക്കെ അറിയാൻ പറ്റുമോ? ഓക്കെ, ഡെസ്കിൽ നിന്ന് നിയന്ത്രിക്കാനും വേണ്ട ആളുകൾ ഡെസ്കിലിരുന്ന് നിയന്ത്രിച്ചു. എന്തായാലും ഒരു ദിവസം കലോത്സവത്തിൻ്റെ വേദിയിൽ കലകളൊക്കെ കാണാൻ, കുട്ടികളെ മത്സരങ്ങളൊക്കെ കാണാൻ എന്തായാലും അവിടേക്ക് എത്തും. ഓക്കെ, നമുക്ക് വാർത്തയിലേക്ക് വരുമ്പോൾ, ഇന്ന് സ്വർണ്ണക്കപ്പ് എന്തായാലും കൊല്ലത്തെത്തും. DD അത് സ്വീകരിക്കും. നാളെയാണ് ഔദ്യോഗികമായ തുടക്കം. ഏത് രീതിയിലാണ് മുന്നൊരുക്കങ്ങളെല്ലാം തന്നെ? രജിസ്ട്രേഷൻ അടക്കമുള്ള കാര്യങ്ങളുടെ, വിദ്യാർത്ഥികളുടെ താമസ സൗകര്യം അടക്കമുള്ള നിരവധി കാര്യങ്ങളും മുന്നൊരുക്കങ്ങളൊക്കെ ഇതിന് മുന്നോടിയായി നടത്തേണ്ടതുണ്ട്. ഏത് രീതിയിലാണ് ഇത്തരം കാര്യങ്ങളൊക്കെ പുരോഗമിക്കുന്നത്? അതായത് ഇന്ന് 1 മണിക്ക് കുളക്കടയിൽ, കൊട്ടാരക്കര മണ്ഡലം കുളക്കടയിൽ അവിടുത്തെ MLA കൂടിയായ ധനമന്ത്രി KN ബാലഗോപാലാണ് കൊല്ലം ജില്ലയിലേക്ക് ഈ കപ്പ് ഏറ്റുവാങ്ങി ഇവിടെ ഈ വേദിയിലേക്ക് എത്തിക്കുന്നത്. അത് ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് നടക്കുമെന്നാണ് ഒരു പ്രതീക്ഷ. ഒരുപക്ഷെ ഈ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനുള്ളൊരു സാധ്യതയുണ്ട്. അതേസമയം ഇന്ന് നിരവധി പരിപാടികൾ രാവിലെ 10 മണിക്ക് കൊല്ലം ആശ്രാമം മൈതാനത്തെ ലൈറ്റ് ആൻഡ് സൗണ്ട്സ് പ്രോഗ്രാം കമ്മിറ്റിക്ക് ഇത് കൈമാറും. രജിസ്ട്രേഷൻ ഉദ്ഘാടനം ഗവൺമെൻറ് ടൗൺ UP സ്കൂളിൽ നടക്കും. ട്രാൻസ്പോർട്ട് കമ്മിറ്റി നഗരം ചുറ്റി ഫ്ലാഗ് ഓഫ് ആശ്രാമം മൈതാനത്തേക്ക് എത്തിച്ചേരും. ഭക്ഷണം, അതിൻ്റെ ഭക്ഷണ പന്തൽ ഉദ്ഘാടനം അത് മന്ത്രി ശിവൻകുട്ടി തന്നെ നിർവഹിക്കും. അത് കൊല്ലം ക്രേവൻ ഹൈസ്കൂളിലാണ് ഏതാണ്ട് 10-25,000 പേർക്കുള്ള ഭക്ഷണം അവിടെ തയ്യാറാവുക. അതേസമയം 3 മണിക്ക് ഇന്ന് വാർത്താ സമ്മേളനമുണ്ട്. സംഘാടക സമിതി ഓഫീസിൽ നിലവിലുള്ള മന്ത്രിമാരെല്ലാം ചേർന്ന് ഇതുവരെയുള്ള കാര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ടൊരു വാർത്താ സമ്മേളനം ഇന്ന് 3 മണിക്ക് സംഘാടക സമിതി ഓഫീസിൽ വിളിച്ചിട്ടുണ്ട്. ചിന്നക്കടയിൽ വൈകിട്ട് ഏതാണ്ട് ഒരു 5:40 6 മണി കഴിയുമായിരിക്കും ചിന്നക്കടയിൽ ഈ ട്രോഫി അവിടെ സ്വീകരണം. അത് വലിയ ഘോഷയാത്രയായിട്ടായിരിക്കും ഇങ്ങോട്ടേക്ക് എത്തുക. അതേസമയം തന്നെ ഇന്ന് കാസർഗോഡ് നിന്ന് ഒരു സംഘം, വിദ്യാർത്ഥി സംഘം, ആദ്യ സംഘം ഇന്ന് 6:30 ഇവിടെ എത്തിച്ചേരും. അവർക്ക് ഒരു സ്വീകരണം ഒരുക്കിയിട്ടുണ്ട്. അതാണ് ഇപ്പോൾ വിനിഷ ചോദിച്ച വിദ്യാർത്ഥികളുടെ വരവ്. നിരവധി സ്കൂളുകൾ, ഇവിടെയുള്ള കൊല്ലം നഗരത്തിലെ സ്കൂളുകളാണ് ഇവരെ താമസത്തിനായി സജ്ജീകരിച്ചിരിക്കുന്നതും. അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെ ഇന്നലെയും കൊല്ലം ജില്ലാ കളക്ടറും സംഘാടക സമിതി മുഴുവനും ആളുകൾ അവിടെ പോയി മന്ത്രി ശിവൻകുട്ടി ഇവിടെ തന്നെ ക്യാമ്പ് ചെയ്യുകയാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം അവിടെ പോയി അത് പരിശോധിച്ചിരുന്നു. എല്ലാം ഈ സജ്ജീകരണങ്ങളൊക്കെ ഏതാണ്ട് ഓക്കെ ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ കൈരളി ന്യൂസിൻ്റെ നമ്മുടെ ഒരു വലിയ സജ്ജീകരണം ഇവിടെ നമ്മൾ ഒരുക്കുന്നുണ്ട്. അതിൽ ഈ കൃത്യസമയത്ത് എല്ലാം 5 മുഴുവനും 24 വേദികളിൽ പരിപാടി നടക്കും. 24 വേദികളിലെ പരിപാടിയും തത്സമയം എത്തിക്കുന്നതിനുള്ള സജ്ജീകരണത്തിൻ്റെ ഭാഗമായി നമ്മളിപ്പോൾ ഒരുക്കിയിരിക്കുന്ന നമ്മുടെ സ്റ്റുഡിയോ ആണിത്. ആ സ്റ്റുഡിയോയുടെ വർക്ക് ഇനി ഏതാണ്ട് ഇന്നലെ രാത്രി വരെ നമ്മുടെ ഇതിൻ്റെ ടെക്നിക്കൽ സംഘവും അതുപോലെ തന്നെ ഇതിൻ്റെ ഈ പ്രോഗ്രാം സംഘവും എല്ലാം ചേർന്ന് വളരെ ഇളച്ചിരുന്ന് എല്ലാവരും ഇത് പാടുപെട്ടാണ് ഈ രൂപത്തിൽ എത്തിച്ചത്. ഇനിയും കുറച്ച് വർക്കുകൾ കൂടി ബാക്കിയുണ്ട്. അത് മിക്കവാറും ഇന്നത്തോടു കൂടി അതിൻ്റെ ഒരു ഇതിലേക്ക് അത് എത്തിച്ചേരും. മറ്റുള്ള മാധ്യമങ്ങളെല്ലാം ഇതുപോലെ ഒരുക്കുകയും ചെയ്യുന്നു. ഇനിയിപ്പോൾ സ്റ്റേജിൻ്റെ പ്രധാന കവാടത്തിൽ നമുക്ക് കാണാം വിവിധ കലാരൂപങ്ങളുടെ ദൃശ്യങ്ങൾ വെച്ചുകൊണ്ടുള്ള ഒരു സ്റ്റേജ്. അതിൻ്റെ മുൻവശം കൊല്ലം ആശ്രാമം മൈതാനി, ചരിത്രമുറങ്ങുന്ന കൊല്ലം ആശ്രാമം മൈതാനിയിൽ പൂരപ്പറമ്പ് കൂടിയാണ് കൊല്ലം പൂരം നടക്കുന്നത്. ഇതേ മണ്ണിൽ ഇതേ സ്ഥലത്ത് വെച്ച് തന്നെയാണ് നടക്കുന്നത്. അവിടെയാണ് ഇത് ഒരുക്കിയിരിക്കുന്നത്. ഇനി തൊട്ട് പുറകിലോട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത് ഗ്രീൻ പ്രോട്ടോക്കോൾ ഇവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ ഗ്രീൻ പ്രോട്ടോക്കോളിന് ഒരു പന്തൽ അവർ ഒരുക്കി. അതൊരു മാതൃകയാണ്. ഇങ്ങനെ എല്ലാവർക്കും ഇക്കാലത്ത് ജീവിക്കാൻ കഴിയില്ല. പക്ഷേ പരമാവധി പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഇവിടെ പ്രകൃതി സൗഹൃദമായ നിലയിലേക്ക് മനുഷ്യൻ മാറണം എന്നൊരു സന്ദേശം നൽകിക്കൊണ്ടാണ് ഹരിതചട്ടം ഇവിടെ പ്രഖ്യാപിച്ചു. അതിൻ്റെ ഭാഗമായി ശുചിത്വ മിഷൻ ഇപ്പോൾ അവിടെ ഇതിൻ്റെ ഒരു ഓല പന്തൽ വെച്ച് ഇത് സ്ഥാപിച്ചിരിക്കുന്നത്. മാത്രമല്ല ഇവിടെ വരുന്നവർക്ക് കുടിവെള്ളം കൊടുക്കുന്നത് മൺകുടത്തിലും ഗ്ലാസുകളിലും ഉപയോഗിച്ചു. പരമാവധി സ്റ്റീൽ ഗ്ലാസുകൾ കൂടി ഉപയോഗിക്കും. പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഒഴിവാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണ് കൊല്ലം കലോത്സവത്തിൻ്റെ ഒരുക്കങ്ങൾ ഇപ്പോൾ കൊല്ലം ജില്ലയിൽ നടക്കുന്നത്. 14,000 ശിഷ്ടം ആളുകൾ ഇവിടെ ഇതിൻ്റെ ഭാഗമായി ഇവിടെ എത്തിച്ചേരും.
അതിൽ അത്രത്തോളം തന്നെ ഇതിൻ്റെ ഈ അധ്യാപകരും പോലീസ് ഉദ്യോഗസ്ഥരും സംഘാടക സമിതിയും ഈ രക്ഷകർത്താക്കളും ഇത് വരുന്നതിന് അതിനപ്പുറത്തേക്കുള്ള ഒഴുകി വരാൻ പോകുന്ന ഇനി ജനസഞ്ചയം ഇതെല്ലാം കൂടി ആവുമ്പോൾ കൊല്ലം ഒരു കളറാകും. അത് നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ പ്രൊമോ വീഡിയോയിൽ തന്നെ നമ്മളത് പറയുന്നുണ്ട്. ആ പ്രൊമോ വീഡിയോ പ്രേക്ഷകരെ നമ്മൾ കാണിക്കുന്നുണ്ടാവും. ഈ സമയത്ത് അത് കാണിച്ചാൽ ഒന്നുകൂടി ഉചിതമാകുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. വിനീഷ. തീർച്ചയായും കാണിക്കും. രാജ്കുമാറിനോടുള്ള സംസാരവും വിശേഷം പങ്കുവച്ചതിന് ശേഷം നമുക്കത് ഒരിക്കൽ കൂടി ആ പ്രൊമോ വീഡിയോ കാണേണ്ടതുണ്ട്. ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. രാജ്കുമാർ നേരത്തെ സൂചിപ്പിച്ചു വെച്ചതുപോലെ തന്നെ ഹരിത കലോത്സവമാണ്. കഴിഞ്ഞ കുറേ കാലങ്ങളായി നമ്മൾ ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണ്. സ്കൂൾ കലാകായികമേളയാവട്ടെ, ശാസ്ത്രോത്സവമാവട്ടെ, സംസ്ഥാന കായികമേളയാവട്ടെ എല്ലാം ഹരിത പ്രോട്ടോകോൾ പ്രകാരം നടത്തണം എന്നുള്ള ഒരു തീരുമാനം നേരത്തെ തന്നെ ഉണ്ടായതാണ്. പക്ഷേ അതിൽ നിന്ന് വിഭിന്നമായി ഇത്തവണ പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഇൻഷുറൻസ് ഏർപ്പെടുത്താനുള്ള ഒരു തീരുമാനം കൂടെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. വലിയ ഒരു എന്താ പറയുക, കുട്ടികളെ സംബന്ധിച്ച് വലിയ ഒരു ആശ്വാസം തന്നെയായിരിക്കും ഇത്തരത്തിൽ ഒരു ഇൻഷുറൻസ് പദ്ധതി ഏർപ്പെടുത്തുക എന്ന് പറയുന്നത്, അല്ലേ രാജ്കുമാർ? ശരിയാണ്. അതായത് ഇതാദ്യമായിട്ടായിരിക്കും ഒരു പക്ഷേ അത് ഈ നിലവിൽ നമുക്ക് ഒരുപാട് ദുരന്തങ്ങൾ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്ന് പലതരത്തിലുള്ള ദുരന്തങ്ങൾ സംഭവിക്കാറുണ്ട്, അപകടങ്ങൾ സംഭവിക്കാറുണ്ട്. ഏറ്റവും അവസാനം കുസാറ്റിൽ നടന്ന ഒരു സംഭവം അതാണ് മന്ത്രി വി ശിവൻകുട്ടി കഴിഞ്ഞ ദിവസം ആദ്യ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. അത് പരിഗണിച്ചുകൊണ്ട് ഈ 24 വേദികൾ അതെല്ലാം ചേർത്ത് 1 കോടി രൂപയ്ക്ക് ഇൻഷുർ ചെയ്തിട്ടുണ്ട്. അത് ആ വേദികൾ ചിലപ്പോൾ ഇപ്പോഴത്തെ ഇവിടെ കൊല്ലത്ത് തന്നെ ഞാൻ നിൽക്കുമ്പോൾ നമ്മളെ എടുത്തുകൊണ്ട് പോകുന്ന കാറ്റുണ്ട്. ആ കാറ്റ് അതൊരു വലിയൊരു ഭീഷണി തന്നെയാണ്. ഇതെല്ലാം ഉറപ്പ് വരുത്തിയിട്ടുണ്ട്. ഇതിന് PWD അധികൃതർ എഞ്ചിനീയർമാരെത്തി ഇതിൻ്റെ ആ ഉറപ്പ് അതവർ വരുത്തിയിട്ടുണ്ട്. അത് പരിശോധിച്ചിട്ടുണ്ട്, ബലം പരിശോധിച്ചിട്ടുണ്ട്. അതെല്ലാം ഒരു ഭാഗത്തുകൂടി നടക്കുന്നു. അതേസമയം തന്നെ എന്നാലും ഒരു മുൻകരുതൽ എന്ന നിലയിൽ നാളെ ഒരു ചോദ്യം വരരുത്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ, അത്യാഹിതം ഉണ്ടായാൽ നിങ്ങൾ എന്തുകൊണ്ട് ഒരു ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോയില്ല? സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിനൊപ്പം അതുകൂടി കരുതണ്ടേ എന്നൊരു ചോദ്യം ഉണ്ടാവരുത് എന്ന് അദ്ദേഹം അത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ആ സാഹചര്യത്തിലാണ് ഇതാദ്യമായി ഗവൺമെൻറ് 1 കോടി രൂപയ്ക്ക് ഈ പറഞ്ഞ കലോത്സവ വേദികളും അതുപോലെ വരുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ആ ഒരു ഗ്രൂപ്പ് ഇൻഷുറൻസ് ആ ഒരു പട്ടികയിൽ ഉൾപ്പെടുത്തി അത് ചെയ്തത്. വിനീഷ.